ഹലോ ഗായ്സ്, ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ്. കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കസേരക്കളിയിലൊക്കെ കളിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഓരോ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആദർശ്. അപ്പോൾ അങ്ങനെ അവർ കസേരക്കളി കളിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി ഔട്ടായി ലാസ്റ്റ് പിന്നെ എന്താ പറയുക, നമ്മുടെ നന്ദുവും അനിയും ലാസ്റ്റ് ഫൈനലായി. അങ്ങനെ അപ്പോൾ അവിടെ ജാനകി വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും ജാനകിക്ക് വലിയ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ വില കളയല്ലേ എന്ന ആദർശം നമ്മുടെ വില കളയല്ലേ എന്ന നവ്യം കൂടി നന്ദുവിനോടും അനിയനോടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ചുറ്റി നന്ദു ആണ് ജയിച്ചത്. അത് അനി വിട്ടുകൊടുത്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇത് അനി വിട്ടുകൊടുക്കുകയാണല്ലോ ചെയ്തത് നന്ദുവിനെ എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ ജാനകിക്ക് ഇഷ്ടാവുന്നതേ ഇല്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇനി നമുക്ക് പഞ്ചഗുസ്തി കളിയാവാമെന്ന് ആദർശ് പറയുകയും, ആദ്യം നിങ്ങൾ പെണ്ണുങ്ങൾ കളിക്കുക, എന്നിട്ട് നമ്മൾ ആണുങ്ങളും കൂടി കളിക്കും, എന്നിട്ട് ഇതിൽ വിജയിച്ചവർ കൂടി രണ്ടാളും ഫൈനലിസ്റ്റ് കളിക്കാം എന്ന് പറഞ്ഞ്, എന്നാൽ ശരി വാ എന്ന് പറഞ്ഞ് നാനയും കൂടി അങ്ങനെ ആദ്യം നവ്യം നാനയും കൂടി ഇരിക്കുകയും അവിടെ നാന ജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശം അഭിയും കൂടി കളിക്കുമ്പോൾ ആദർശം വിജയിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എന്താ പറയുക, നമ്മുടെ ആദർശം പിന്നെ നന്ദു ആണ് ഫൈനലിലേക്ക് എത്തുന്നത്. എല്ലാവരും കളിച്ച് ലാസ്റ്റ് നന്ദു നയനയൊക്കെ തോൽപ്പിച്ച് അങ്ങനെ അവസാനം നന്ദുവും ആദർശം കൂടി ഇങ്ങനെ എന്താ പറയുക പഞ്ചവത്സരം നടത്തുകയാണ്. അപ്പോൾ അവിടെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടാൾക്കും തുല്യമായ ശക്തിയുണ്ട്. അങ്ങനെ അവസാനം അതിന് മതി രണ്ടാളും വിജയിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ കളി അങ്ങനെ നിർത്തി. അങ്ങനെ ഒടുവിൽ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഗെയിംസിലേക്ക് പോവാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അനിയും നന്ദുവും പരിസര ബോധമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അത് നയന കാണുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് എന്തോ മാതിരി ഫീലാവുകയും മതി ഇനി നമ്മൾ ലൈം ജ്യൂസ് എല്ലാവർക്കും എടുത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് നയന ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ അനി ചിന്തിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഏട്ടന്മാരും 2 ഏടത്തിമാരും അതിൻ്റെ കൂടെ ഞാനും നന്ദും ഒക്കെ ചേർന്നിനെങ്കിൽ ഈ വീടൊരു സ്വർഗ്ഗമായനെ എന്ന് ആശിച്ചു പോവുകയാണ് നമ്മുടെ അനി മനസ്സിൽ. അങ്ങനെ ശേഷം തുടർന്ന് കാണിക്കുന്ന നമ്മുടെ നന്ദു കളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കുകയാണ് റൂമിൽ നിന്ന്. അപ്പോൾ അവിടേക്ക് ജാനകി വരികയും കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ കുളിക്കാൻ പോവുകയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് നന്ദു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ജാനകി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, എന്താ വീട്ടിൽ പോകുന്നില്ലേ, കനക ഇങ്ങോട്ടേക്ക് വരികയല്ലേ, അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അവിടെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ കടയിലുള്ള ഒരാളും ഉണ്ട്, ഒറ്റയ്ക്കല്ല എന്ന് പറയുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാലും അത് നമ്മളുള്ളത് മാതിരി ആവില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നന്ദുവിന് എന്തോ മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ സാരമില്ല, അനിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ സാരമില്ല, ഇതിപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് പോയിട്ട് കല്യാണത്തിൻ്റെ അന്ന് വന്നോ, നന്ദു വേണേൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയേണ്ടത് പറഞ്ഞ് ഇനിയൊക്കെ നന്ദുവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആകെ എന്തോ മാതിരി ഫീലാവുന്നുണ്ട് നമ്മുടെ നന്ദുവിന്. അതൊക്കെ വളരെയധികം വിഷമമാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട് വിട്ടിറങ്ങാൻ തന്നെ നന്ദു തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നയനെ കാണുകയും, നയന എന്താ നീ എവിടെ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചേച്ചി. അതെന്താ ഇപ്പോൾ പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കൊള്ളാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദു ഒന്നും വിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് പോകണം ചേച്ചി, ഞാൻ എന്തായാലും പോകുന്ന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. മുത്തശ്ശിയോട് ചോദിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പോലും നന്ദു പറയുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ അവർ വിടില്ല, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടേക്ക് എത്തുകയും, എന്താ നയന പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവൾ പോവാണെന്ന് പറഞ്ഞു എന്ന് പറയുകയും, അപ്പോൾ നവ്യ എന്താണ് നിൻ്റെ പ്രശ്നം, എന്തോ ഉണ്ടല്ലോ, നീ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു ഒന്നും വിട്ട് പറയുന്നുമില്ല. അങ്ങനെ നന്ദു തിരിച്ചു പോവുകയാണ്.
എന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ നന്ദു പോയ ശേഷം ഇങ്ങനെ നവ്യയും നയനയും കൂടി സംസാരിക്കുന്നുണ്ട്. അവൾ പഴയതുപോലെയല്ല, നിനക്കേ അവളുടെ മനസ്സറിയുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ചോദിച്ച് മനസ്സിലാക്കി അവളെ പഴയതുപോലെ ആക്കണം, ഇല്ല ഇത് വഷളാവും എന്ന് നയനയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നവ്യ. ഇതൊക്കെ കഴിഞ്ഞ് നന്ദു പോയ ശേഷം ജാനകി ഫോണ് വിളിക്കുകയാണ്. നമ്മൾ അനാമികയെ ഫോണ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ എന്താ പറയുക, ഇപ്പം എനിക്ക് നവ്യയും നയനയും ഒന്നും അത്ര ഇഷ്ടമല്ല. പഴയ സ്നേഹമൊക്കെ പോയി. നന്ദുവിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അങ്ങനെ മോളൊന്നും കൊണ്ടും ഇനി പേടിക്കണ്ട, മോളിനി ആരോടും ഇത് പറയാനും നിൽക്കേണ്ട എന്നൊക്കെ പറയുകയും അനാമിക ഭയങ്കരമായിട്ട് നല്ല പിള്ള ചമഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട് ജാനകിയോട്. അതൊക്കെ വിശ്വസിക്കുന്നുണ്ട് ജാനകി. അതൊക്കെ കഴിഞ്ഞ് നന്ദുവിനൊരു കോൾ വരികയാണ്. അനാമികയാണ് വിളിക്കുന്നത്. അനാമിക പറഞ്ഞു, നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് എന്തായാലും കാണണം, ഫോണിൽ നിന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോഴൊന്നും സമ്മതിക്കുന്നില്ല. എന്തായാലും നിന്നെ കാണണം എന്ന് പറയുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് നന്ദു. അങ്ങനെ തുടർന്ന് കാണിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയനയോട്, എന്താണ് ആരോട് പറയാതെ ഇങ്ങനെ പെട്ടെന്ന് പോയത്, എന്താ കാരണം എന്നൊക്കെ പറയുകയും അത് അമ്മ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് അവൾ പോയതാണ് എന്നാ പറഞ്ഞത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ എന്താ പറയുക, നമ്മുടെ ദേവയാനി ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ട് നയനയെ. അത് പിന്നെ അവൾക്ക് മനസ്സിലാവുമല്ലോ, അവൾക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന്, അതായത് നിൽക്കാനുള്ള അർഹതയില്ല എന്ന് മനസ്സിലായിട്ട് പോയതാവും എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി അതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇവളോട് നമ്മുടെ ജലജയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി, നീ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് വായി തോന്നുന്നതൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജലജ പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും അവർക്ക് എന്താ പറയുക കല്യാണത്തിൻ്റെ അന്ന് വരുമെന്ന് പറഞ്ഞ് പോയതാ എന്ന് നയന പറയുമ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം പിടിക്കുകയും ജലജയോടും ദേവയാനിയോടും ഒക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ അർഹത വെച്ച് നോക്കുകയാണെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടവളല്ല എന്ന് നിനക്കറിയാലോ എന്ന് ജലജയോട് മുത്തശ്ശി ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, എത്രയായാലും ഞാൻ വലിഞ്ഞു കയറി വന്നതാന്നുള്ള വിചാരം ഇവർക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദു ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് നന്ദു ഇങ്ങനെ അനാമികയെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനാമികയെ കണ്ടില്ല. എന്നിട്ട് വിളിച്ചു നോക്കുമ്പോൾ അനാമിക അറ്റൻഡ് ചെയ്യുന്നുമില്ല, കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് കാണിക്കുന്നത് നയന നല്ല അടിപൊളിയായി ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു മാലയൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ അനി വരികയും അതെന്താ നന്ദു പെട്ടെന്ന് പോയേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അറിയില്ല, അവൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി, കല്യാണത്തിൻ്റെ അന്ന് വരാം എന്ന് പറഞ്ഞ് പോവുക ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ജാനകി വരികയും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനി ചോദിക്കുകയായിരുന്നു, നന്ദു എന്താ പെട്ടെന്ന് പോയി എന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുകയും, നീ ഇപ്പോൾ അവളെയല്ല നന്ദുവിനെയല്ല അനാമികയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, അനാമികയെ നീ വിളിക്കാറുണ്ടോ, നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ജാനകി ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നയനയോടും എന്തോ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടാണോ എന്തോ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് എന്തോ നയന മനസ്സിൽ കൽപ്പിച്ച പോലെ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ജാനകി സംസാരിക്കുന്നുണ്ടായിരുന്നു, നയനയെ കുറ്റപ്പെടുത്തിയിട്ട്. എന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ജാനകി എന്തോ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അനിയോട് പറയുന്നുണ്ട്, എന്തായാലും എന്തോ മനസ്സിലായിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്നും, ഞാൻ ഇപ്പോൾ നന്ദുവും കൂടി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വരുത്തിച്ചതാണ് എന്ന് എല്ലാവരും പറയൂ എന്നും
അനിയോട് പറയുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഏട്ടത്തി ആദർശേട്ടനെ പോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഏട്ടത്തിക്ക് നന്ദുവും, എനിക്ക് ആദർശേട്ടനും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്ദുവും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ഞാനത് ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നയനക്ക് വളരെ വിഷമമാണ് ചെയ്യുന്നത്. നന്ദുവിൻ്റെ സ്നേഹമൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമമാകുന്നുണ്ട്. അനിയുടെ സ്നേഹം കണ്ടിട്ട്, നന്ദുവിനോടുള്ള സ്നേഹം കണ്ടിട്ട് വളരെ വിഷമമാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നയനയും. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്.